ഗൈസ്, അപ്പോൾ നമുക്ക് ജേർണലിങ് ചെയ്താലോ? പിൻട്രസ്റ്റിൽ ഞാനിങ്ങനെ ജേർണലിങ് ഐഡിയ നോക്കിയപ്പോഴത്തേനും ഒരു പേർപ്പിൾ തീം എൻ്റെ കണ്ണിപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇത് തന്നെ ചെയ്യാം. ഇത് തന്നെയല്ല, ഇതുപോലെ ഒരെണ്ണം ചെയ്യാം. അപ്പം ഞാൻ ആദ്യമേ ഒരു A4 സൈസ് പേപ്പറിൽ, ഏപ്രിലാണല്ലോ ഇപ്പോൾ, അപ്പോൾ ഞാനൊരു ചെറിയ മിനി കലണ്ടറൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വെച്ചു. എനിക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ പിന്നെ എനിക്ക് സെം പരീക്ഷയാണ്. അപ്പം ഒരു കലണ്ടറൊക്കെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഗിൽട്ടർ പേപ്പറാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ടച്ചപ്പായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചു. പിന്നെ നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഒരു ജേർണൽ സെറ്റ് മേടിച്ചത്? അതിൻ്റെ അകത്തെ ആ വാഷി ടേപ്പ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കണ്ടേ? പിന്നെ ഒരു മെമ്മോ കാർഡ് എടുത്ത് ആ സൈഡിലോട്ട് ഒട്ടിച്ചു. അതിൻ്റെ പൊക്കത്തും ആ വാഷി ടേപ്പിൻ്റെ ബാക്കി ഒട്ടിച്ചു. പിന്നെ ഒരു സ്റ്റാമ്പ് സ്റ്റിക്കറാണ്, സ്റ്റാമ്പ് പോലെ ഇരിക്കുന്ന സ്റ്റിക്കർ. അതുമായിട്ട് ഞാൻ കുറേ നേരം മൽപ്പിടുത്തത്തിന് ശേഷമാണ് അതൊന്ന് പറഞ്ഞു പോകുന്നത്. അത് ഞാൻ ആ മെമ്മോ കാർഡിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു. എൻ്റെ കയ്യിൽ കുറേ പ്രിൻറ്റഡ് പേപ്പേഴ്സ് പണ്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. എനിക്ക് തോന്നുന്നൊരു 11 9-10 ആ സമയത്ത് മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഉപയോഗിക്കാത്തതല്ലേ, അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ പല സ്ഥലത്ത് വെച്ച് നോക്കി. എന്നിട്ട് അവസാനം മെമ്മോ കാർഡിൻ്റെ താഴെ തന്നെ വന്നു ഒട്ടിക്കാൻ വേണ്ടി. പിന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. എൻ്റെ ആ ഉള്ളിലെ ആ മോട്ടിവേഷനൊക്കെ എഴുതി വെക്കണം. എനിക്ക് വേണ്ടി തന്നെ. പരീക്ഷ ആകാറായല്ലോ, അപ്പം മോട്ടിവേഷന് വേണ്ടി ട്രൈ ഹാർഡർ ആൻഡ് നെവർ ഗീവ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ തുറന്നു പോലും നോക്കൂല എന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അതിനുശേഷം അവിടെ ഇവിടെയായിട്ട് കുറച്ച് പടങ്ങൾ, എൻ്റേതായ രീതിയിലുള്ള ചെറിയ പടങ്ങളും പിന്നെ ചെറിയ മോട്ടിവേഷൻസും എങ്ങാനും എടുത്ത് നോക്കുകയാണെങ്കിൽ, പരീക്ഷ സമയത്തെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പഠിക്കാനുള്ള ഒരു ആത്മാർത്ഥത വരാൻ വേണ്ടിയുള്ള കുറച്ച് മോട്ടിവേഷൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഏകദേശം ആ പിൻട്രസ്റ്റിൽ കണ്ട പോലെ ഞാൻ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.